എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എൻ്റെ കരിയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. കരിയർ അല്ലെങ്കിൽ സ്റ്റഡീസ് എല്ലാം ഓരോരുത്തരുടെ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ഞാൻ എൻ്റെ കരിയർ വിടേണ്ട ഒരു ആവശ്യം വരികയാണ് ഫോർ മൈ റിലേഷൻഷിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് വിട്ടിട്ട് പോകും. എനിക്ക് അത് അത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ്. റിലേഷൻഷിപ്പുകൾക്ക് വേണ്ടി എന്തും കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്, ബന്ധപ്പെടലാണ്, കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് ബേസിക്കലി നമ്മൾ പറയുന്നത്. രണ്ട് വ്യക്തികളാണ്, എന്തൊക്കെ പറഞ്ഞാലും രണ്ട് വ്യക്തികളാണ്. വ്യക്തിത്വമുണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, നമ്മളെ നമ്മളാക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ എക്കാലത്തും പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുകൾ. ആ ഒരു ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ ജോബ്, നമ്മുടെ വരുമാനം എന്നീ ഘടകങ്ങൾ കൊണ്ടാണ്. ആ ഒരു ചുറ്റുപാടുകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നൽകുകയാണ്. ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരികയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നു എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചുറ്റുപാട് അത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ആ ഒരു ചുറ്റുപാടുകളെ, ആ ഒരു സംവിധാനങ്ങളെ നിർത്തലാക്കിയിട്ട് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അതിന് പ്രയോറിറ്റി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ രസമൊക്കെ ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഒരു നിരാശ തോന്നും. അങ്ങനെ നിരാശ തോന്നിയ കുറേയധികം ആളുകളുടെ പേരന്റിംഗ് ആണ് ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം. നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ പറയുന്നത്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യുന്നില്ല, ഞാൻ അങ്ങ് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അമ്മ പറയുന്നു, ഞാൻ നിങ്ങളെ 10 മാസം ചുമന്നു, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ പല ആളുകളും അവർക്ക് പ്രയോറിറ്റി കൊടുക്കാതെ, അവരുടെ ചുറ്റുപാടുകളെ സേഫാക്കി വെക്കാതെ വേറെ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങളെ ഭക്ഷണവും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും തന്നു വളർത്തി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കെയറോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ചാൽ, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് ഭംഗിയായിട്ട് പോകത്തുള്ളൂ.